ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല തട്ടുകട രുചിയിൽ നാടൻ ടേസ്റ്റിലുള്ളൊരു കോളിഫ്ലവർ വറുത്തത് ഉണ്ടാക്കിയാലോ. ഈ ഒരു രീതിയിൽ നല്ല ക്രിസ്പി ആയിട്ട് തയ്യാറാക്കി കഴിഞ്ഞാൽ കോളിഫ്ലവർ ഇഷ്ടമില്ലാത്തവർ പോലും തീർച്ചയായിട്ടും കഴിക്കണ്ട. നല്ല ഫ്ലേവറോട് കൂടിയ ഒരു ക്രിസ്പി ആയിട്ടുള്ളൊരു കോളിഫ്ലവർ ഫ്രൈ ആണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്കിന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോളിഫ്ലവർ ഫ്രൈ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള ഒരു കോളിഫ്ലവർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കൊന്ന് ആദ്യം കട്ട് ചെയ്തെടുക്കാം. നമുക്കിത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം കേട്ടോ. ഒരുപാട് വലുത് വേണ്ട. കണ്ടില്ലേ, ഇതുപോലെയൊക്കെ നമുക്ക് മുറിച്ചെടുത്താൽ മതി. അപ്പോൾ മുറിച്ചെടുക്കുന്ന സമയത്ത് പുഴോ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാറ്റി കളയാം. നമ്മൾ ചൂടുവെള്ളത്തിൽ ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ ഇപ്പോൾ കോളിഫ്ലവറിൻ്റെ സീസണല്ലേ, അപ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഐറ്റം തന്നെയാണ്. അപ്പോൾ എല്ലാം ഇതുപോലെ അങ്ങോട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. ഇത് നല്ല തിളച്ച വെള്ളം തന്നെയാണ് കേട്ടോ. ഇതിലേക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇത് മുഴുവനായിട്ട് നമുക്ക് ഒരു ചൂടുവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ 1 ടീസ്പൂണോളം അളവിൽ ഉപ്പും ചേർക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊരു 5 മിനിറ്റ് ഇതുപോലെ ഒന്ന് അടച്ചു വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്കിത് വെള്ളം ഊറ്റി കളഞ്ഞതിന് ശേഷം ഒരു 3-4 പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുക്കാം. കോളിഫ്ലവർ വെന്ത് വരരുത് കേട്ടോ ഒരിക്കലും. അപ്പോൾ അതേ കോളിഫ്ലവർ കഴുകി ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചെടുത്തത് 1 ടേബിൾ സ്പൂൺ അളവിൽ, അല്ലെങ്കിൽ വെളുത്തുള്ളി പേസ്റ്റ് ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഒരു പച്ചമുളക് നല്ല ചെറുതായിട്ട് മുറിച്ചെടുത്തത്. ഇതിപ്പോൾ അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ്, ചെറുതായിട്ട് മുറിച്ചെടുത്തത്. അതുപോലെ ഇഞ്ചി ചതച്ചെടുത്തത് അല്ലെങ്കിൽ പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ അളവിൽ. പിന്നെ ഒരു 2 തണ്ട് കറിവേപ്പില മുറിച്ചെടുത്തത്, നല്ലൊരു ഫ്ലേവർ കൊടുക്കും. പിന്നെ മല്ലിയില മുറിച്ചത് ഒരു 1.5 ടേബിൾ സ്പൂൺ. മല്ലിയിലയും നിങ്ങൾക്ക് ഈ ഒരു ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ ചേർക്കാം കേട്ടോ. പിന്നെ വേണ്ടത് സോയാ സോസാണ്, 1/2 ടേബിൾ സ്പൂൺ അളവിൽ. പിന്നെ നമുക്ക് വേണ്ടത് നാരങ്ങ നീരാണ്. ഞാനൊരു പകുതി നാരങ്ങയുടെ നീരാണ് എടുക്കണത് കേട്ടോ. നമ്മൾ എടുക്കുന്ന കോളിഫ്ലവറിൻ്റെ അളവിനനുസരിച്ച് ഇതിലൊക്കെ വ്യത്യാസം വരും. പിന്നെ ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് മുളക് പൊടിയാണ്. ഇതിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. 1 ടേബിൾ സ്പൂൺ നിറയെ ചേർക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് കോൺഫ്ലോർ ആണ്, അതും 2 ടേബിൾ സ്പൂൺ അളവിൽ. മൈദ 3 ടേബിൾ സ്പൂൺ. പിന്നെ വേണ്ടത് അരിപ്പൊടിയാണ്, 1 ടേബിൾ സ്പൂൺ. അരിപ്പൊടി ചേർക്കുന്നത് നല്ലൊരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ടാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ചതച്ച മുളക്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ഒരു മുട്ട പൊട്ടിച്ച് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ട. നിങ്ങളിപ്പോൾ മുട്ട കഴിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ മുട്ട സ്കിപ്പ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. പിന്നെ ചേർക്കണത് ഗരം മസാലയാണ്. ഇത് 1 ടീസ്പൂൺ, അതായത് ഒരു 3/4 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ചേർക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് കൈവച്ച് തന്നെ ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ആവശ്യത്തിന് സാധാരണ പച്ചവെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതൊന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം, ഉപ്പൊക്കെ കറക്റ്റ് ആണോ നോക്കാം. ഉപ്പും എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് തന്നെയാണ്. ഇത് ഒരുപാട് ലൂസാക്കണ്ട കേട്ടോ, ഇതുപോലെ മതി. ഇനി ഇതിലേക്ക് നമുക്ക് കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. വെള്ളമൊന്നും ഇല്ലാതെ തന്നെ എടുക്കാം. അതിനുശേഷം നന്നായിട്ട് അവിടെ മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് കോളിഫ്ലവർ ഒന്ന് കോട്ടായിട്ട് വരണം. അപ്പോൾ കോട്ടിങ് കുറവാണെങ്കിൽ കുറച്ച് കോൺഫ്ലവർ ചേർത്ത് കൊടുത്താൽ മതി ഇതിലേക്ക്. ഇനി ഇത് നമുക്ക് വറുത്തെടുക്കാം. ഞാനിതിപ്പോൾ മാറ്റി വയ്ക്കണോ ഒന്നുമില്ല കേട്ടോ, ചെറിയൊരു കോട്ടിങ് തന്നെയുള്ളൂ ഇതിന്. ഇനി നമുക്കിത് വറുത്തെടുക്കാം. ചൂടായിട്ടുള്ള പാനിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ എണ്ണ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കോളിഫ്ലവർ പീസസ് ഇട്ട് കൊടുക്കാം. ഈ കോളിഫ്ലവർ നന്നായിട്ടൊന്ന് ഫ്രൈ ആയതിനു ശേഷം മാത്രം തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ കണ്ടോ, ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ചും മറിച്ചിട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ക്രിസ്പി ആവണ വരെ തന്നെ നമുക്കിത് വറുത്തെടുക്കണം. ഞാനിത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇപ്പം ഇത് ഒരുവിധം കണ്ടോ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ട് മാറിയിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് ഞാൻ കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 3 തണ്ട് കറിവേപ്പില ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കണം. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ ഉണക്കമുളകും കൂടി ഒരു 3 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഉണക്കമുളകും കറിവേപ്പിലയും ഒന്ന് ഫ്രൈ ആയിട്ട് വരണം, അത്ര മതി. ഇത് മതി കേട്ടോ, എല്ലാം ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് കോരി മാറ്റാം. ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ശരിക്കും നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് എല്ലാം ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ റെഡി ആയിട്ട് നമുക്ക് കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കോളിഫ്ലവർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ടൊമാറ്റോ കെച്ചപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ ലെമൺ ജ്യൂസൊക്കെ ഒഴിച്ച കാരണം ചെറിയ പുളിരസവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കാം. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. നല്ല ക്രിസ്പി ആട്ടോ, തീരെ എണ്ണയൊന്നും അങ്ങനെ അബ്സോർബ് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം. എന്തായാലും ഇഷ്ടമുണ്ടോ? ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണെങ്കിലും ഈ ഒരു വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റ് ആയിട്ട് എന്നെ ഒന്ന് അറിയിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.